ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗാണ്. ഇത് മെയ് 16-ാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇടാൻ 2 ദിവസം വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ അങ്ങനെ അമ്പലത്തിൽ എല്ലാ വർഷവും അങ്ങനെ അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പോൾ ശരി, നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രാവിലെ 3 പേരും കൂടെ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ്. കാരണം തലേദിവസം ഒരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഉഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി വരണ വഴിക്കൊക്കെ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അപ്പം നമ്മളിതേ നല്ലൊരു രസമുള്ള കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ല. കേക്ക് കട്ട് ചെയ്യണം. പിന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മയും അനിയനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോള് വരില്ല കേട്ടോ. അവൾക്ക് ഇന്ന് അവിടെ ഒരു കല്യാണമുള്ള കാരണം കൊണ്ട് അവളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതി രമണീയമായ വഴികളൊക്കെ താണ്ടി നമ്മൾ അമ്പലത്തിലേക്ക് എത്താറായി കേട്ടോ. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന വീട്ടമ്മമാർ പുറത്തിറങ്ങുമ്പോണ്ടല്ലേ എന്ത് കണ്ടാലും ഭയങ്കര സന്തോഷമാണ്. ആ സ്ഥലങ്ങളൊക്കെ ആദ്യമായി കാണുന്ന പോലുള്ളൊരു ഫീലാണ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ദിവസം കാണുന്നവർക്ക് അത് ഫീൽ ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്ത് പോകാതെ വല്ലപ്പോഴും ഇറങ്ങുന്ന ആൾക്കാരില്ലേ, അപ്പോൾ അവർക്ക് ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും അതെല്ലാം. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലെത്താറായി. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയ കാരണം കൊണ്ട് വലിയ തിരക്കില്ല അവിടെ. ഞായറാഴ്ച ഒന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അമ്പലത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് പോയി തൊഴുത് വരുന്നു. കാരണം ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ ഉള്ളിൽ പോയി തൊഴുത് ഇറങ്ങിയിട്ടോ. പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ നമ്മൾ അങ്ങനെ പോണ വഴിക്ക് എന്താ പറയുക, മസാല ദോശ കഴിക്കാൻ കയറി. കാരണം നമ്മൾ എവിടെ പോയാലും നമുക്ക് ഭക്ഷണമേ പ്രധാനം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിത് റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. റോസ്റ്റ് കഴിച്ചു ഞങ്ങളപ്പോൾ. അങ്ങനെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് ഇത് നമ്മളങ്ങനെ വരുമ്പോണ്ട് ഒരു ആന പോകണം. അപ്പോൾ ശരി, ആനയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് വരുന്നത്. നമുക്ക് കാണിച്ചു കേട്ടോ, ആന എവിടേക്കോ പൂരത്തിന് പോകാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും ആനയുടെ അകമ്പടിയോട് കൂടത്തിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആനവണ്ടി മുൻപിൽ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ മോന് ഈ വണ്ടിയുടെ ക്രേസിങ് ഉള്ള കാരണം കൊണ്ട് ആൾ എന്ത് വണ്ടി കണ്ടാലും അത് വളരെ വിപുലീകരിച്ച് വീഡിയോയും ഫോട്ടോയും എടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളിത് ആ വണ്ടി മുൻപിലുണ്ട്, നമുക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാസ് ചെയ്തു മുൻപിലോട്ട് എത്തിയിട്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഒന്നും ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അനിയനെ വിളിച്ചപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിയനും അമ്മയും അനിയൻ്റെ കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ ഉണ്ണികളുണ്ടാവും. ഇവിടെ കേക്ക് മുറിക്കുമ്പോൾ അവരിവിടെയും വരും. ഞങ്ങൾ അവിടെ കേക്ക് മുറിക്കുമ്പോൾ അങ്ങോട്ടും പോവും. അങ്ങനെ ഞങ്ങൾ അടുത്ത് 2-3-4 വീടുകളുണ്ട്. അപ്പോൾ കേക്ക് മുറിക്കൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ വർഷം ഒരു ബർത്ത്ഡേ, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയായിട്ട് നമ്മൾ ഓരോ വർഷം കൂടുന്തോറും ഓരോ ആഘോഷം എന്ന് പറയണ പോലെ ഒരാഘോഷം കഴിയുമ്പോൾ ഒരു വർഷം അങ്ങോട്ട് കഴിയാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സാരി. വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചുരിദാറാണ് ഇട്ടത്. അപ്പോൾ ഇത് സാരിയാണ്. ഇത് ആങ്ങളുടെ കുട്ടിയും ഇത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കുകയാണേ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അത് മോളാണ് കേക്ക് സ്പോൺസർ ചെയ്തേക്കണം. അവൾ വന്നിട്ടില്ല. അവൾക്കൊന്ന് ഒരു കല്യാണമുള്ള കാരണം കൊണ്ട് അവൾ വന്നിട്ടില്ല. സാധാരണ എല്ലാ വർഷവും വരാറുള്ളതാണ്. അപ്പോൾ ആൾ വീഡിയോ കോളിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കേക്ക് കട്ട് ചെയ്യണതൊക്കെ കണ്ടു. ആൾ കേക്കൊക്കെ ഉച്ചയ്ക്ക് അനിയനും പെങ്ങളും കൂടെ കേക്കൊക്കെ മേടിച്ച് സെറ്റാക്കിയതാണ്. അപ്പോൾ കേക്ക് കഴിച്ചു. കേക്ക് കട്ട് ചെയ്ത് നമ്മളെല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എൻ്റെ സാരി എങ്ങനെയുണ്ട്, ഇഷ്ടമായി എല്ലാവർക്കും? അപ്പോൾ അതേ അവൾക്ക് കേക്ക് കൊടുത്തപ്പോൾ എല്ലാവർക്കും കേക്ക് അങ്ങനെ പരസ്പരം അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് ഞാൻ നൂലപ്പവും ചിക്കൻ കറിയും വീട്ടിലുണ്ടാക്കി. പൊറോട്ടയും പത്തിരിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ കുറേ ആളുകളൊന്നുമില്ല. നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഉണ്ണികളും പിന്നെ എൻ്റെ അമ്മയും അനിയനും
പിന്നെ എൻ്റെ ചേട്ടത്തിയമ്മ, ചേട്ടൻ്റെ മോൻ, കാരണം അവർ ഞങ്ങൾ അടുത്ത വീടാണ്. നമ്മളെല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ടും പോകും, അടുത്ത വീടുകളാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഗിഫ്റ്റുകൾ തരികയാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടി 2 പേർക്കും ഗിഫ്റ്റ് തരികയാണ്. അപ്പോൾ പിന്നെ എൻ്റെ മോൻ സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അറിഞ്ഞതേ ഇല്ല. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് ഇട്ട്, പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ എനിക്കൊരു സർപ്രൈസായിട്ട് ഗോൾഡ് മേടിച്ച് തന്നു കേട്ടോ. സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജിമിക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു ജിമിക്ക കിട്ടി. കാരണം ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടി. എൻ്റെ മോള് വീഡിയോ കോളിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. അത് ഏട്ടൻ്റെ മോനാണ്, ഞങ്ങളുടെ കണ്ണം മോൻ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട്. നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ. ഇവർ തന്നെ നമ്മളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ ഉണ്ടാവുക. പിന്നെ ഇത് അമ്മയാണ് ഇരുന്ന് കഴിക്കുന്നത്. അവർക്ക് തിരിച്ചു പോവും വേണം രാത്രി, കാരണം അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് ഇരിക്കണത്. വെഡിങ് ആനിവേഴ്സറി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.